ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രഭാവതിയുടെ മനസ്സിൽ കൂടുതൽ ഭയം സൃഷ്ടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കെവിൻ പറയുന്നത്. അതായത് നന്ദനെ തൻ്റെ ഒരു സുഹൃത്ത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു എന്നും ആ സുഹൃത്ത് മുൻപ് തന്നെ നന്ദനെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നന്ദനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു എന്നും മാത്രമല്ല തന്നോട് പലപ്പോഴായിട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം നന്ദൻ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രഭാവതിയുടെ മനസ്സിൽ തീ കോരിയിടുകയാണ് കെവിൻ ചെയ്യുന്നത്. എന്തായാലും കെവിനിൽ നിന്നും ഇങ്ങനെ ഒരു വാർത്ത അറിയുന്നതോടുകൂടി തന്നെ പ്രഭാവതി പൂർണ്ണമായിട്ടും തകർന്നു പോകുന്നുണ്ട്. പിന്നീട് ദേവികയാണെങ്കിൽ നന്ദനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മുരളിയും കൂട്ടി പുറപ്പെടുകയാണ്. എന്നാൽ ഇതിനോടകം തന്നെ നന്ദൻ ജീവനോടെ ഇല്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പല ഭാഗങ്ങളിലും പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതല്ല, കെവിനും ഇസബെല്ലയും ചേർന്ന് ഒരുക്കിയ വലിയൊരു നാടകത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു വ്യാജ വാർത്ത. മീനാക്ഷി ക്ഷേത്രത്തിന് സമീപം നന്ദനെ കണ്ടു എന്നുള്ള തരത്തിൽ കെവിൻ്റെ കൂട്ടുകാരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇസബെല്ലയുടെ യഥാർത്ഥ ലക്ഷ്യം നന്ദനെ കണ്ടെത്തുക മാത്രമല്ല, ദേവികയെയും വലിയ അപകടത്തിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദേവികയെ തട്ടിക്കൊണ്ടുപോയാൽ നന്ദൻ എവിടെയായിരുന്നാലും അവളെ രക്ഷിക്കാനായിട്ട് പുറത്തു വരുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇസബെല്ല. കാരണം ദേവികയ്ക്ക് ഒരു അപകടം സംഭവിക്കുന്നത് നന്ദൻ ഒരിക്കലും നോക്കി നിൽക്കില്ല എന്നുള്ള ഒരു കാര്യം ഇസബെല്ലയ്ക്ക് അറിയാം. എന്നാൽ ദേവിക മുരളിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നമുക്കൊന്നും പേടിക്കണ്ട, ഹരിസാർ എല്ലാം നോക്കുന്നുണ്ട്, നമ്മൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ വിശ്വസിച്ചാൽ മതി എന്നാണ് ദേവിക പറയുന്നത്. ഹരിക്കും ഷാരിയയ്ക്കും എല്ലാം അറിയാമെന്നും അവർ കൃത്യമായിട്ടുള്ള പ്ലാനോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ദേവിക ഉറപ്പു നൽകുന്നു. അതുകൊണ്ട് തന്നെ മുരളിയും തൽക്കാലം ദേവികയെ വിശ്വസിക്കുകയാണ്. ഇതേസമയം മറ്റൊരു ഭാഗത്ത് അരുന്ധതിയും ഋഷിയും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ തന്നെയാണ് നടക്കുന്നത്. ഋഷി ഇത്രയും നാൾ എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട് ഒളിവിൽ കഴിയുകയാണ്. അരുന്ധതി പോലും മകനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിസ്സിംഗ് കേസ് നൽകിയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഋഷി ജീവനോടെ ഉണ്ടായിട്ടും എല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്. നിയമപരമായിട്ട് ഇതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അരുന്ധതിക്ക് നന്നായിട്ട് അറിയാം. അരുന്ധതിയാണെങ്കിൽ ഋഷിയോട് വളരെ ദേഷ്യത്തിലാണ്. അതായത് ഒരു 100 വട്ടം അരുന്ധതി പറഞ്ഞിരുന്നു ഋഷിയോട് എല്ലാം അവസാനിപ്പിക്കാം, നമുക്ക് അവരോട് മാപ്പ് പറയാമെന്നെല്ലാം പറഞ്ഞിട്ടും ഋഷി അത് അനുസരിക്കാൻ തയ്യാറായിരുന്നില്ല. പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു പേരിൽ വീണ്ടും ഇസബെല്ലയുടെയും കെവിൻ്റെയും കൂടെ ചേർന്ന് പുതിയ പദ്ധതികളൊക്കെ ഒരുക്കാണ് ഋഷി ചെയ്തത്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വന്തം ജീവിതം തന്നെ നശിക്കുമെന്ന് അരുന്ധതി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിനിടെ CPയും വരുന്നു. അരുന്ധതി ദേവികയുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുമെന്നും ആവശ്യമെങ്കിൽ പോലീസിനോടും മാധ്യമങ്ങളോടും വിവരം അറിയിക്കുമെന്നും പറയുമ്പോൾ CP അതിനെ എതിർക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഋഷിമോന് വലിയ ശിക്ഷ കേട്ടുവെന്നും അതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരിക്കണമെന്നും CP പറയുന്നു. പക്ഷേ അരുന്ധതി അതിന് തയ്യാറാവുന്നില്ല. എൻ്റെ മകനെ രക്ഷിക്കണമെങ്കിൽ ഇനി സത്യങ്ങൾ മറച്ചു വയ്ക്കാൻ പറ്റില്ല എന്നാണ് അരുന്ധതി പറയുന്നത്. അത് കേട്ട് ഋഷിക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ ഇനി അമ്മയ്ക്ക് ഈ മകനെ കാണാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഋഷി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഋഷിയെ അടിക്കാൻ വരെ കൈയോങ്ങുന്നുണ്ട് കേട്ടോ അരുന്ധതി. നീ പിടിക്കപ്പെട്ടത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്. നിന്നെ ഈ നിലയിലേക്ക് എത്തിച്ചതും ജീവൻ രക്ഷിച്ചതും ദേവികയാണ്. ആ ദേവികയെ തന്നെയാണ് നീ വഞ്ചിച്ചിരിക്കുന്നത്. ദേവിക്ക് ഇതൊരിക്കലും സഹിക്കാനാവില്ല എന്നാണ് അരുന്ധതി പറയുന്നത്. അങ്ങനെ സംസാരം രൂക്ഷമാകുന്നതോടെ അരുന്ധതിയാണെങ്കിൽ ഋഷിയുടെ ഷർട്ടിൽ പിടിച്ച് ദേഷ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അരുന്ധതിയും ഋഷിയും തമ്മിലുള്ള ഒരു ബന്ധം പൂർണ്ണമായിട്ടും തകരുന്ന ഒരു നിമിഷങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതുവരെ ഇരുവരെയും പിടിച്ചു മാറ്റിയിട്ട് സമാധാനിപ്പിക്കാനായിട്ട് CP ശ്രമിക്കുന്നുണ്ട്. ഇതേസമയം ചന്ദ്രമതിയും പ്രഭാവതിയും മൊബൈലിലൊരു വാർത്ത കാണുക. അതായത് നന്ദൻ മരിച്ചെന്ന തരത്തിലുള്ള ഒരു വീഡിയോ കണ്ട് അവർ വലിയ ഒരു ഷോക്കിലാവുന്നുണ്ട്. ദേവികയാണെങ്കിലും നന്ദനെ അന്വേഷിച്ച് പോയ സാഹചര്യത്തിൽ ഈ വാർത്ത അവരെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. ഇതെല്ലാം ഇസബെല്ലയുടെ പുതിയ കളികൾ തന്നെയാണ്. ദേവികയെ അപകടത്തിലാക്കി നന്ദനെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഇസബെല്ല ലക്ഷ്യമിടുന്നത്. പക്ഷേ അവൾ കരുതുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് ഹരിസാറും ദേവികയും ശാരികയും ചേർന്ന് വളരെ വലിയൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു നാടകത്തിലൂടെ ഒടുവിൽ ഇസബെല്ലയുടെയും കെവിൻ്റെയും എല്ലാ ചതികളും പുറത്തു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്ദൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴെല്ലാം നന്ദനെ രക്ഷിക്കുന്നത് ദേവികയെ തന്നെയാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും അത് തന്നെ ആവർത്തിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. ഒടുവിൽ ഇസബെല്ലയും കെവിനും സ്വന്തം ചതിയിൽ തന്നെ കുടുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും സിദ്ധാർത്ഥനാണെങ്കിലും നമ്മുടെ ഹരിസാറിനെ വിരിച്ച് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് എന്നും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം സിദ്ധാർത്ഥൻ ചോദിക്കുന്ന സമയത്ത് ഹരിസാറാണെങ്കിലും ഇതൊന്നും കണ്ട് ഭയപ്പെടേണ്ട എന്നും, കാരണം നമ്മൾ
തയ്യാറാക്കിയിരുന്ന രീതിയിൽ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഹരി സാർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്